ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമകളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിത ലക്ഷ്യമാണ് റോമയിലെ കാരാഗൃഹത്തിൽ കടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത്. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ തുടങ്ങിയ ആ യാത്ര താൻ തുടരുകയാണ്. ദൈവമഹത്വമാണ് പൗലോസിൻ്റെ ലക്ഷ്യം. വിളിച്ച ദൈവത്തെ അനുസരിക്കുന്നതിൽ പൗലോസിന് മടിയുണ്ടായില്ല. പൗലോസിൻ്റെ ഓട്ടത്തിന് ലക്ഷ്യമുണ്ട്. ഒരു കഥ ഇങ്ങനെയുണ്ട്. സമർത്ഥനായ 40 പട്ടാളക്കാരിൽ നിന്ന് ഒരാളെ അവാർഡിനായി തിരഞ്ഞെടുക്കേണ്ട ചുമതല പുതിയ പട്ടാള മേധാവിയിൽ വന്നു ചേർന്നു. അദ്ദേഹം എല്ലാവരുടെയും ഫയലുകൾ പരിശോധിച്ചു. ആരെയും കഴിവ് കുറഞ്ഞതായി താൻ കണ്ടില്ല. ആയിരക്കണക്കിന് പട്ടാളക്കാരുള്ള വിവിധ ബറ്റാലിയനുകളിൽ നിന്ന് വന്ന സമർത്ഥനാണവർ. ഇവരിൽ നിന്ന് ഏറ്റവും യോഗ്യനായ ആളെ എങ്ങനെ തിരഞ്ഞെടുക്കും? പട്ടാള മേധാവി ആശയക്കുഴപ്പത്തിലായി. ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരുന്ന് ആലോചിച്ചപ്പോൾ പട്ടാള മേധാവിയുടെ മനസ്സിൽ ഒരു പുതിയ ആശയം ഉദിച്ചു. 40 പട്ടാളക്കാരെയും ഒരു സ്ഥലത്ത് വന്നു ചേരുവാൻ അദ്ദേഹം ഏർപ്പാട് ചെയ്തു. കിടങ്ങുകളും കുഴികളുമുള്ള ഒരു സ്ഥലമായിരുന്നു അത്. പട്ടാളക്കാരെ 40 പേരെയും ലൈനിൽ നിർത്തി ഒരു മാർച്ച് ഫാസ്റ്റ് നടത്തുകയായിരുന്നു. പട്ടാള മേധാവി അതിനായിട്ട് ഒരുങ്ങി. ധീരമായി മുന്നോട്ട് നീങ്ങാനുള്ള വിസിൽ മുഴങ്ങിത്തുടങ്ങി. 40 സൈനികരും ഒരേ താളത്തിൽ ഒരേ വേഗത്തിൽ ചുവടുവെച്ചു. ഏതാനും മിനിറ്റുകൾ പിന്നിട്ടപ്പോൾ അവർ അപകടകരമായ ഗർത്തത്തിൻ്റെ വക്കിലെത്തി. അഗാധവും കൂർത്ത പാറമനകളാൽ അഭയകരമായ ആ ഗർത്തത്തെപ്പറ്റി അവർക്കെല്ലാം നേരത്തെ അറിയാമായിരുന്നു. ഗർത്തത്തിൻ്റെ വക്കിലെത്തിയിട്ടും അടുത്ത കാവൽ മുന്നോട്ട് വയ്ക്കാനുള്ള വ്യക്തമായ ശബ്ദം ഉച്ചത്തിൽ മുഴങ്ങിയായി. കമാൻഡിങ് സൗണ്ടിൻ്റെ അപകടത്തെ അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരും നിശ്ചലായി നിലകൊണ്ടപ്പോൾ ഒരാൾ മാത്രം തൻ്റെ കാൽ ഗർത്തത്തിലേക്ക് വെച്ച് താഴേക്ക് വീണു. പെട്ടെന്ന് പട്ടാള മേധാവി അവിടെ എത്തി. ഗർത്തത്തിൻ്റെ ആഴത്തിലായാലും നിയമത്തിൻ്റെ ആഹ്വാനത്തിന് നീക്കുപോക്ക് വരാത്ത മുന്നേറിയ പട്ടാളക്കാരനെ അദ്ദേഹം പ്രകീർത്തിച്ചു. ഗർത്തത്തിലേക്ക് വീണു പാരിപ്പാൻ പട്ടാള മേധാവി പ്രത്യേകം സജ്ജീകരിച്ചിരുന്ന വലയിൽ സുരക്ഷിതനായി നിൽക്കുകയായിരുന്നു ആ പട്ടാളക്കാരൻ. അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തി ആ സൈനികനെയാണ് അവാർഡിനായി തിരഞ്ഞെടുത്തത്. പ്രിയരെ, നാം എല്ലാവരും കർത്താവായ യേശുവിൻ്റെ സൈന്യത്തിലെ അംഗങ്ങളാണ്. നമുക്ക് പോരാട്ടമുള്ളത് ദുഷ്ടനായ പിശാചിനോടും തന്ത്രശാലികളായ അവൻ്റെ സൈന്യത്തോടും അത്രേ. ഈ യുദ്ധത്തിൽ നാം വിജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം നമുക്ക് ലഭിച്ച് തീരും. ഏത് അപകടത്തെയും തരണം ചെയ്യുവാൻ രക്ഷാകവചമുണ്ടാക്കി നമ്മെ സഹായിക്കുന്ന കർത്താവിനെ നമുക്ക് വിശ്വസിക്കാം. നമ്മെ അനുഗമിക്കാൻ വിളിച്ച ദൈവം മുന്നോട്ട് പോകാൻ ആവശ്യപ്പെട്ടാൽ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതമാർന്ന കരുതൽ കാണുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് കടന്നു പോകുന്ന ദുർഘട സമയങ്ങൾ നമ്മെ വേദനിപ്പിക്കുന്നുവെങ്കിലും അത്യുന്നതിൻ്റെ ചെറിയ കീഴിൽ നാം അഭയം പ്രാപിക്കുമ്പോൾ നമ്മെ അവിടുത്തെ തൂവലുകൾ കൊണ്ട് മറച്ച് സംരക്ഷിക്കും.